കഥാവായ യേശുവിൻ്റെ നിസ്തുല തിരുനാമയും ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ദൈവം നല്ലവനായിരിക്കുന്ന ദൈവം, കരുതുന്ന ദൈവം, സർവശക്തനായിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പിതാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാൻ, ദൈവത്തിൽ നിന്ന് കൃപകൾ പ്രാപിക്കുവാനും ഒക്കെയായി ഒരു ദിവസം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. സങ്കീർത്തനക്കാരൻ ഒരു സങ്കീർത്തനത്തിൽ പറയുന്നു, അനവധി കഷ്ടങ്ങളും സങ്കടങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഹല്ലേലൂയ. അവിടെ നിന്ന് ഞങ്ങളെ മഹത്വത്തിലേക്ക് തിരിക്കും. അനവധി കഷ്ടങ്ങൾ. അപ്പോൾ എല്ലാ സമയത്തും ഭക്തന്മാരായിരിക്കുന്നവരുടെ ജീവിതത്തിലും കഷ്ടങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാത്ത ദിവസങ്ങളില്ല. പക്ഷേ ദൈവം അതിനെല്ലാം മാറ്റും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ തളർന്നു പോകുമെങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് പറയുന്നു. ജീവിതത്തിൽ പല പ്രതിസന്ധികൾക്ക് നടുവിലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു മറുപടി നൽകും, അവിടെ നിന്നെ തള്ളിക്കളയുകയില്ല, ഈ വിഷയത്തിൽ ഞാൻ പുറത്തു വരും എന്ന ധൈര്യത്തോടെ ഹൃദയത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയം വച്ച് വന്നിരിക്കുന്ന നിങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ പുതുക്കം പ്രാപിച്ചവരായി ശക്തിയെ പുതുക്കിയ ഉയരങ്ങളിലേക്ക് കയറുവാൻ ദൈവം സഹായിക്കുന്നതിനായി, നിങ്ങളെയും സഹായിക്കുന്നതിനായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ്, അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി ഉദിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ അപ്പ കഥാവയെ ഞങ്ങളിന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹവും ഭയവും ഭക്തിയും എല്ലാം അവിടെ നിന്ന് നിറയ്ക്കണമേ. അങ്ങ് തന്നിട്ടല്ലാതെ ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾക്ക് ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിനാൽ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് കർത്താവായിരിക്കുന്ന യേശു പറഞ്ഞിരിക്കുന്നത് പോലെ അങ്ങ് ഞങ്ങളെ ആകർഷിച്ചതിനായി നന്ദി. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല എന്നള്ളി ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കും ദൈവമേ ഞങ്ങളോടും അങ്ങ് ഇടപെടണമേ. അങ്ങയുടെ സന്നിധിയിൽ ആശ്രയം വെച്ച് വന്നിരിക്കുന്നവരെ ദൈവമേ, വിവിധ വിഷയങ്ങൾക്കൊരു മറുപടിക്കായി വന്നിരിക്കുന്നവരെ, കർത്താവിൻ്റെ വചനത്തെ അറിയുവാനായി, മഹത്വത്തിൻ്റെ പ്രത്യാശയായിരിക്കുന്ന ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുവാനായി ഒക്കെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ സ്വർഗം വലിയ പ്രവൃത്തികളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതനായവൻ എനിക്ക് വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് മറിയ പറഞ്ഞതുപോലെ കർത്താവെ, വലിയ കാര്യങ്ങൾ, വലിയ അത്ഭുതം ഇതുവരെയും ഞങ്ങൾ കണ്ടിട്ടില്ലാത്തത്, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഗ്രഹിക്കുവാൻ കഴിയാതിരിക്കുന്ന വലിയ നന്മകൾ ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. പുതിയ വാഗ്ദത്ത ദേശങ്ങൾ ഇവർക്ക് വേണ്ടി ഓപ്പൺ ആകട്ടെ. കർത്താവെ, ദൈവിക നന്മകൾ കൂട്ടിച്ചേർക്കപ്പെടട്ടെ. സാമ്പത്തിക വിഷയത്തിൽ വലിയൊരു വർധന ഉണ്ടാകട്ടെ. എല്ലാ മേഖലകളിലും, ആരോഗ്യത്തിൽ, സമ്പത്തിൽ, ദൈവമേ ബന്ധങ്ങളിലൊക്കെ ഒരു വർധനവ്, അനുഗ്രഹം, നിറവ് ഒക്കെ വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. ശൂന്യതകൾ മാറട്ടെ, ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥകൾ മാറിപ്പോകട്ടെ കർത്താവെ, ലജ്ജകൾ നീങ്ങിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ ദൈവമേ 30, 60, 100 മേനിയായി വചനം മാത്രമല്ല, അത് ആരോഗ്യം വളർന്നു വരട്ടെ കർത്താവിൻ്റെ ദൈവമേ, കൃപ വളർന്നു വരട്ടെ, സമ്പത്ത് ഉണ്ടാകട്ടെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ, മറ്റുള്ളവരുടെ കണ്ണിൽ ആശ്ചര്യം തോന്നുമാറ് ഒരു ദൈവമേ വിസ്മയനീയകരമായ ഒരു പ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ അവിടെ നിന്ന് തികയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിലും പിതാവേ, ചില വിഷയങ്ങൾ ദൈവമേ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ കടന്നു പോകയില്ല, ഈ ജാതി ഒഴിഞ്ഞു പോകയില്ല എന്ന് ആ ചന്ദ്രരോഗിയായിരുന്ന കുഞ്ഞിൻ്റെ പിതാവിനോട് ദൈവമേ, ആ കുഞ്ഞിനെ കുറിച്ച് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ ചില വിഷയങ്ങൾ ദൈവമേ മരണത്തോളം മരണത്തോളം കൊണ്ടുപോകുന്നു എന്ന് കരുതുന്ന ചില വിഷയങ്ങൾ, ഇനി മതി എന്ന് കരുതുന്ന വിഷയങ്ങൾ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ കർത്താവെ, പ്രാർത്ഥനയാലും ഉപവാസത്താലും അതിനെ ജയിക്കുവാൻ, ആ വിഷയങ്ങളെ നേരിടുവാൻ, ദൈവമേ ആത്മഹത്യാ ചിന്ത കൊണ്ടുവരുന്ന ചില പൈശാചിക പോരുകളിൽ നിന്ന് ദൈവമേ വിടുവിക്കപ്പെടുവാൻ, ചില പ്രിയപ്പെട്ടവർ പുറത്തു വരുവാൻ, ആ ഭവനങ്ങളിൽ ദൈവമേ പ്രാർത്ഥനയും ഉപവാസവും ഉയരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഡിപ്രഷൻ്റെ സ്പിരിറ്റുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സംശയവും തെറ്റിദ്ധാരണയും ഭയവും യേശുവിൻ്റെ നാമത്തിൽ ചില ഹൃദയങ്ങൾ നീങ്ങിപ്പോകട്ടെ. എന്തിനെക്കുറിച്ചും കർത്താവെ വഷളായി ചിന്തിക്കുന്ന, ദൈവമേ തെറ്റായി ചിന്തിക്കുന്ന, ഭയത്തോടെ ചിന്തിക്കുന്ന ചില പ്രിയപ്പെട്ടവർ വചനത്തിനനുസരിച്ച് ദൈവമേ ദൈവത്തിൻ്റെ ഹിതത്തിന് വിരോധമായി പൊങ്ങുന്ന സങ്കല്പങ്ങളെയും ഉയർച്ചകളെയും വചനത്തിനനുസരണമായി പിടിച്ചടക്കുവാൻ ഉള്ള ദൈവകൃപ ദൈവമേ പ്രിയപ്പെട്ടവരിൽ വരുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവെ, ആ സംശയ സ്വഭാവങ്ങൾ കൂടെയുള്ള പ്രിയപ്പെട്ടവരായിരിക്കുന്നവർക്കൊക്കെ വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ചില ഭവനങ്ങളിൽ
യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ പൈശാചിക പോരുകൾ നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നു. പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അവിടെ നിന്ന് നൽകിയിരിക്കുന്ന അധികാരത്തിൽ ദുഷ്ടൻ്റെ ദൈവമേ കെണികൾ, കെട്ടുകൾ, ആയുധങ്ങൾ ഈ ഭവനങ്ങളിൽ നിന്ന് ദൈവമേ നീങ്ങിപ്പോകട്ടെ. ചില കുഞ്ഞുങ്ങളെ ദൈവമേ ടാർജറ്റ് ഇട്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ദൈവമേ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ തെറ്റായ ബന്ധങ്ങളിൽ കുടുക്കി ദൈവമേ ദൈവഹിതമല്ലാത്ത ചില സോൾട്ടൈ ബന്ധങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി കർത്താവെ അവരുടെ ഭാവി ജീവിതത്തിൻ്റെ നന്മയെ നശിപ്പിക്കുവാൻ പിശാചിട്ടിരിക്കുന്ന വല കണ്ണികളെ അവിടെ നിന്ന് അഴിച്ചു മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. ചില പ്രിയപ്പെട്ട മക്കൾ കർത്താവെ ദൈവമേ ദൈവ വഴി വിട്ട് മറ്റ് ബന്ധങ്ങൾ തിരഞ്ഞെടുത്തു, മറ്റ് ജാതികളിലേക്കൊക്കെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി ഭവനത്തിൽ വലിയ ദൈവമേ കലക്കവും പ്രശ്നങ്ങളുമായിരിക്കുന്ന കുടുംബങ്ങൾ ദൈവത്തിൻ്റെ സമാധാനം വന്ന് ഇറങ്ങുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭിന്നതകൾ, കലഹങ്ങളൊക്കെ മാറിപ്പോകട്ടെ. ദൈവമേ വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വേഗത്തിൽ കർത്താവെ ആൺമക്കളെ, പെൺമക്കളെ കൂട്ടിച്ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച. അത്ഭുതകരമായിരിക്കുന്ന സൗഖ്യവും വിടുതലും ജീവിതത്തിൽ ശരീരങ്ങൾ വരുവാനായി പ്രാർത്ഥിക്കുന്നു. ബ്രെയിൻ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, ചുരുങ്ങിപ്പോകുന്ന അവസ്ഥകൾ, ഓർമ്മക്കുറവുകൾ, കർത്താവെ സ്തോത്രം, തല കറങ്ങി പെട്ടെന്ന് വീഴുന്ന അവസ്ഥകൾ, അതിലെല്ലാം കർത്താവിൻ്റെ സൗഖ്യം ദൈവമേ വരുവാൻ, ആ അവസ്ഥയിൽ നിന്നെല്ലാം അവർ വിടുവിക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. നടക്കുവാൻ കഴിയാതിരിക്കുന്നവർ കർത്താവെ ലങ്സിൽ അനുഭവിക്കുന്ന ശ്വാസമുട്ടിൻ്റെതായിരിക്കുന്ന പ്രയാസങ്ങൾ, ഫ്ലൂയിഡ് കർത്താവെ സ്തോത്രം ഒത്തിരി വർദ്ധിച്ച് ദൈവമേ കഫക്കെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ന്യൂമോണിയ ആയിരിക്കുന്നവരൊക്കെ ദിവസങ്ങളിൽ അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ കർത്താവെ ആ രോഗത്താൽ ക്യാൻസറിൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ക്യാൻസറിൻ്റെ ബന്ധനങ്ങൾ വന്ന് കീമോ, റേഡിയേഷൻ, സർജറി, മറ്റു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവർ, ശരീരം വളരെ ബലഹീനപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവർ, അവരെ നോക്കുന്നവരും ഒക്കെ ദൈവമേ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. കർത്താവർക്ക് കൂടിയപ്പ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ദൈവകരങ്ങളിൽ തരുന്നു. ലോകമെങ്ങുമുള്ള എല്ലാ ദൈവമേ ഉപവാസ പ്രാർത്ഥനകളെ, കൺവെൻഷനുകളെ, ഈ വെക്കേഷൻ സീസണിൽ നടക്കുന്ന ദൈവമേ കുഞ്ഞുങ്ങളുടെ ദൈവമേ ക്യാമ്പുകൾ, കർത്താവെ VBS ചിൽഡ്രൻസ് മിനിസ്ട്രിയെ ഒക്കെ ദൈവമേ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും അറിയുന്നു എന്നവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്കാം. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ്, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 നാളോളം കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് പല പ്രാവശ്യമായി 10ഓളം പ്രാവശ്യം പല രീതിയിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അവരോട് കൂടെ നടന്നു. അടച്ചിരുന്ന മുറിക്കുള്ളിൽ കർത്താവ് ഇറങ്ങി വന്നു. ആ സഹോദരിക്ക് പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ ഇവർ ആ കർത്താവ് മരിച്ചതിന് ശേഷം പത്രോസും കൂട്ടരും വള്ളവും വലയും എടുത്ത് പിന്നെയും തിബരിയാസിൽ മീൻ പിടിക്കുവാനായി പോയി. ആ ദിവസം അവർക്കൊന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചു, അവർക്കൊന്നും കിട്ടിയില്ല. അവിടെ കർത്താവ് പിന്നെയും അവർക്ക് പ്രത്യക്ഷമാവുകയാണ്. ഒരിക്കൽ പത്രോസിനെ ഇതുപോലെ ഒരു ഒഴിഞ്ഞ വലയും വള്ളവുമായി നിന്ന സ്ഥാനത്ത് പടകിനെ നിറച്ചു കൊടുത്ത് കർത്താവിൻ്റെ പിന്നാലെ വിളിച്ചതായിരുന്നു. അന്ന് എല്ലാം ഉപേക്ഷിച്ച് പോയ പത്രോസ് പിന്നെയും ആ വള്ളവും വലയും എടുത്തു പോയി. ഒരിക്കൽ കൂടി ആ ശൂന്യമായിരിക്കുന്ന ഒരു പടകിൻ്റെ മുമ്പിൽ കർത്താവ് കടന്നു വന്നു, അതിനെ നിറച്ചു. 153 തരം മത്സ്യങ്ങൾ ആ പടകിൽ അന്ന് അവർക്ക് കിട്ടുന്നു, വലയിൽ അവർക്ക് കിട്ടുന്നു. അതിനുശേഷം കർത്താവ് അവിടെ കനലിൽ ചുട്ട അപ്പവും മീനുമായി അവരെ കാത്തിരുന്നു. ഹല്ലേലൂയ. രാത്രി മുഴുവൻ അധ്വാനിച്ചു, വിശന്നു തളർന്നവരെ കാത്തിരുന്ന് അവർക്കത് ഭക്ഷിക്കുവാൻ കൊടുത്ത ശേഷം യേശുക്രിസ്തു പത്രോസിനോട് 3 പ്രാവശ്യം ചോദിച്ചു, ബർയോന ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഓരോ പ്രാവശ്യവും പത്രോസ് പറയുകയാണ്, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അവസാനം ഇവിടെ നാം വായിച്ച വാക്യത്തിൽ പത്രോസ് പറയുന്നു, നീ സകലതും അറിയുന്നു. ഹല്ലേലൂയ. പത്രോസിനങ്ങ് ദുഃഖമായി. കാരണം ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ വെച്ച് യേശുക്രിസ്തുവിനെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ യേശുക്രിസ്തു മുന്നറിയിപ്പ് കൊടുത്തിട്ടും പത്രോസ് തള്ളിപ്പറഞ്ഞു. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. അതേ പത്രോസിനെ, തള്ളിപ്പറഞ്ഞ പത്രോസിനെ ഇവിടെ കർത്താവ് വന്ന് കഴിക്കുവാൻ ആഹാരമെല്ലാം കൊടുത്ത് അവനെ തിരിച്ച് പറയിക്കുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.
ആ ഓരോ പ്രാവശ്യവും പറയുമ്പോൾ കർത്താവ് ആദ്യം പറയുന്നു, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക. രണ്ടാമത് പറയുന്നു, നീ എൻ്റെ ആടുകളെ പാലിക്ക. മൂന്നാമത് പറയുന്നു, നീ എൻ്റെ ആടുകളെ മേയ്ക്ക. ഹല്ലേലൂയ. സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് അവനെ തൻ്റെ ഹൃദയത്തോട് അടുപ്പിച്ചു വയ്ക്കുകയും ചെയ്ത തെറ്റിൽ നിന്ന് അവനെ വിടുവിക്കുകയും അതോടൊപ്പം ഉത്തരവാദിത്വങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളും എവിടെയെങ്കിലും കർത്താവിനെ തള്ളിപ്പറഞ്ഞ് പിന്നെയും പിന്മാറ്റത്തിലേക്ക് പോയി ഏതൊക്കെയോ വഴികളിൽ സഞ്ചരിച്ചു, അവിടെയും കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ തേടി വരുന്നു. എവിടെ നിന്ന് അകന്നു പോയോ അതിലേക്ക് കർത്താവ് അടുപ്പിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ പടകിനെയും നിറച്ച് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുവാൻ, ചില കാര്യങ്ങൾ, കുഞ്ഞാടുകളെ, ചെറിയ വ്യക്തികളെ, വലിയ വ്യക്തികളെ ഒക്കെ സുവിശേഷത്തിന് വേണ്ടി നേടുവാൻ ഇന്ന് പകൽക്കാലം ഒരു ഉത്തരവാദിത്വവും ഒരു നിയോഗവും ഒരു ദൈവിക വിളിയും നിങ്ങളിലേക്ക് വരുവാൻ, മടങ്ങി വരുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ ഏൽപ്പിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ആമേൻ.